ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ കാപ്പിക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് അത് തന്നെ കൊടുത്തു വിട്ടു. പിന്നെ മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടിട്ട് നമ്മുടെ ലോകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. രാവിലെ പാത്രമൊക്കെ ഇവരെ വിട്ടതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് സിങ്ക് ക്ലീൻ ചെയ്തു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇന്ന് പുറത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ അനിയത്തിയുടെ മോൻ നാളെ ഗൾഫിലേക്ക് പോകും. അപ്പം അവന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. അതിനുവേണ്ടി പെട്ടെന്ന് ഓരോ ജോലികളായിട്ട് തീർത്ത് വെക്കുകയാണ്. നമുക്ക് എത്ര സമയം കിട്ടിയാലും പിന്നെ തികയത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കും മക്കളെയൊക്കെ സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാമെന്ന്. വെറുതെയാണ്, ഒരു കാര്യവുമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വരാനുള്ള നേരമാവും. അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വരുമ്പോഴത്തേന് നമുക്ക് ഈ പണികളൂടെ ചെയ്യുമ്പം പണി പെൻഡിങ്ങിൽ ഇട്ടിട്ട് പോകാം. പിന്നെ തിരിച്ച് വന്നാലും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാം ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്റ്റുഡിയോയിലാണ് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോകാനുള്ള. പിന്നെ കുളിച്ചൊരുങ്ങിയിട്ട് അവർ വരണമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ചുമ്മാ അവിടെ നിന്ന് എടുക്കുകയാണ്. പോയിട്ട് വന്നിട്ട് ഒരു നോമ്പ് ദിവസമായിരുന്നേ, അതുകൊണ്ട് പിന്നെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നപ്പോൾ അത്തിരി സമയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ചായ ഇട്ടു. പിന്നെ മിൻറ്റ് ലൈമും അതും ഉണ്ടാക്കി. പിന്നെ കട്ട്ലേറ്റും ഇതുമൊക്കെ അണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് മസാലക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി അരി വെച്ചിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള മസാലക്കഞ്ഞി. അപ്പോഴത്തേനും വൈകിട്ട് മീനും കൊണ്ടുവരുന്നു. നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നല്ല മത്തി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള മീൻ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം തന്നെ നമ്മൾ വേറൊരു പാനിൽ കുറച്ച് പുളിയും ഒരു തണ്ട് കരിയാപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയോടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേ. പുളി നന്നായിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ തക്കാളി അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു വലിയ തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് പൊടി ഐറ്റംസ് ഒന്ന് റെഡിയാക്കാം. പൊടി ഐറ്റംസ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്കും 1 ടീസ്പൂൺ ഫിഷ് മസാല, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എരി വെട്ടത്തിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൊടിയുടെ കളറ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടി ഐറ്റംസിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിക്കണം. അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. അതിന് വേണ്ടി എങ്ങനെ തിളപ്പിച്ചെടുക്കും, ഒരുപാട് വെള്ളം ആദ്യമേ ചേർക്കരുത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കണം. അതുകൊണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബാലൻസ് മീൻ വേകാനുള്ള വെള്ളം ഉണ്ടല്ലോ, അതുകൂടി ഇട്ടിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വറ്റിച്ചെടുക്കണം. പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് നേരത്ത് ബുൾസെ വേണമെന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ പുളി ഡയറക്റ്റ് അതിലോട്ടിടുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വെള്ളത്തിൽ കുതിർത്തിട്ടിടും. പക്ഷേ ഇങ്ങനെ നന്നായിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഒരു കറിവേപ്പിലയോട് ഇട്ടിട്ട് നിങ്ങൾ തിളപ്പിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളി മീൻ കറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ രാത്രി കുറച്ച് ക്ലീനിങ് കാര്യം ഉണ്ടായിരുന്നു, അരിയൊക്കെ ആട്ടി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ